ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ, ഖബറിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ എഴുന്നേറ്റ് വരുമ്പോ നമ്മുടെ കൂടെ മഹ്ശറിലേക്ക് രണ്ട് ആളുകൾ നമ്മോടൊപ്പമുണ്ടാകും. നിങ്ങളെ എല്ലാവരുടെ കൂടെയും രണ്ടാളുകൾ ഉണ്ടാകും. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പുറം ലോകത്തെത്തിയാൽ ഓരോ ശരീരത്തിന്റെ കൂടെയും രണ്ടാളുകളുണ്ട്. ഒന്ന് സായിഖ്, മഹ്ശറിലേക്ക് നമ്മെങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന ആള്. മറ്റൊന്ന് ഷഹീദ്, നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്ന ആള്. രണ്ടും രണ്ട് മലക്കുകളാണ്. ഒരു മലക്ക് നിൽക്കാനായിട്ടില്ല. നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ നമ്മെ എങ്ങനെ കൊണ്ടുപോകും? എവിടെയാണോ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് എത്തുന്നത് വരെ. അത് തന്നെ മറ്റൊരു മലക്കുണ്ടല്ലോ കൂടെ. ആ മലക്ക് പറയും, അനുകൂലമായി ദുനിയാവിൽ പ്രവർത്തിച്ച ആളാണെങ്കിൽ അവനോട് പറയും, നീ ദുനിയാവിൽ ഒരുപാട് ഖൈർ ചെയ്ത ആളല്ലേ, ഒരുപാട് നന്മകൾ ചെയ്ത ആളല്ലേ, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല, മുന്നോട്ട് നടന്നോളൂ. അതേ സമയത്ത് ദുനിയാവിൽ അശ്രദ്ധനായി ജീവിച്ച ആളോട് പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. മഹ്ശർ പറഞ്ഞപ്പോ, ഖിയാമത്ത് നാൾ പറഞ്ഞപ്പോ, ഇവിടെ ഒരുപാട് ഭയാനകതയുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്നും വിശ്വസിക്കാതെ ശ്രദ്ധിക്കാതെ ജീവിച്ച ആളല്ലേ, കണ്ണു തുറന്നൊന്ന് നോക്കൂ എങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഒരുങ്ങണമെന്നും തയ്യാറാകണമെന്നും പറഞ്ഞിരുന്നില്ലേ? അന്ന് നീ അതിനു വേണ്ടിയൊന്നും പരിശ്രമിച്ചില്ലല്ലോ. ഫബസറുകൽ യൗമ ഹദീദ്. ഇന്ന് നിന്റെ കണ്ണുകൊണ്ട് നീയൊന്ന് നോക്കണം. നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയാണ്, നിന്റെ ദൃഷ്ടിക്കൊരു തകരാറുമില്ലല്ലോ. അള്ളാഹു പറഞ്ഞ ലോകം കണ്ടില്ലേ? ഭൂമിയെ ഭൂമിയല്ലാത്ത രൂപത്തിലും ആകാശത്തെ ഇക്കാണുന്ന രൂപമല്ലാത്ത രൂപത്തിലും മാറ്റിമറിച്ച ഒരു നേരമാണ് നമ്മൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നേരം. പുറത്ത് എത്തലോടുകൂടെ ഓരോരുത്തരും പല ഭാഗത്തേക്കുമായി മുകളിലേക്കുള്ള ഒരു തുറിച്ച നോട്ടമുണ്ട്. മുകളിലേക്ക് മനുഷ്യൻ നോക്കുന്നത് എത്രമാത്രം ഭയപ്പാടോടെയാണ് സഹോദരങ്ങളെ. മേൽഭാഗത്തേക്കുള്ള നോട്ടം ഒരിക്കലും തായോട്ടാകാത്ത രൂപത്തില് അത്രയും ഭയവിഹ്വലതയിലാണ് ആളുകൾ മുന്നോട്ട് നീങ്ങുന്നത്.